വാളയാറിലാണ് സംഭവം ഉണ്ടായത്. ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 5 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. പിടിയിലായവരിൽ 4 പേർ RSS BJP പ്രവർത്തകരാണ്. രാം നാരായണൻ ഭയ്യയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, ഇന്നിപ്പോൾ കൂടുതൽ ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. കൂടുതൽ ആളുകളുടെ അറസ്റ്റിലേക്ക് കടക്കുകയാണ്. നിലവിൽ ഇപ്പോൾ എത്ര പ്രതികളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരിക്കുന്നത്? ഈ BJP RSS ബന്ധം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവർ സ്ഥിരം പ്രതികളാണ്, കുറ്റവാളികളാണ് എന്നാണോ പോലീസിന്റെ വിശദീകരണം? മനുഷ്യ മനസാക്ഷിയെ തന്നെ നടുക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ബംഗ്ലാദേശി എന്നാരോപിച്ചുകൊണ്ട് തൊഴിൽ തേടി സംസ്ഥാനത്തെത്തിയ ഒരു യുവാവിനെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് മർദ്ദിച്ച് കൊല്ലുകയായിരുന്നു. ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ BJP RSS പശ്ചാത്തലത്തിലുള്ളവരാണെന്നാണ് അറിയുന്നത്. മുരളി, അനു എന്നിവർ 15 വർഷം മുമ്പ് DYFI പ്രവർത്തകൻ വിനോദ്, CITU ചുമട്ട് തൊഴിലാളി സ്റ്റീഫൻ എന്നിവരെ വെട്ടിയ കേസിലെ പ്രതികളാണ്. ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നടക്കുകയാണ്. ഈ സ്റ്റീഫനെ വെട്ടിയ കേസ് പ്രതികളെ കാണാൻ SDPI പ്രവർത്തകൻ സുബൈർ വധക്കേസിലെ പ്രതിയായ R ജനീഷും കഴിഞ്ഞ ദിവസം കോടതിയിൽ എത്തി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും കേസിൽ അന്വേഷണം ഊർജിതമാണ്. നിരവധി പേർ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ പങ്ക് പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിനുശേഷമാകും കൂടുതൽ പേരുടെ അറസ്റ്റ് രേഖപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ പോവുക. എന്തായാലും അന്വേഷണം ഊർജിതമായി നടക്കുമ്പോഴും കുടുംബത്തിന് നീതി കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. കാരണം നീതി കിട്ടാനായി കുടുംബം പല വാതിലുകളായി തട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണോട് സംസാരിക്കവേ ഈ കൊല്ലപ്പെട്ട രാം നാരായൺ ഭയ്യയുടെ ബന്ധുവായിരുന്ന ശശികാന്ത് പറഞ്ഞൊരു കാര്യം, മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകാൻ 25,000 രൂപ പോലീസ് ആവശ്യപ്പെട്ടു ചെലവിനായി എന്നാണ്. പാലക്കാട് ആശുപത്രിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ 3,700 രൂപ ആംബുലൻസിനും സ്വന്തം കൈകളിൽ നിന്ന് മുടക്കേണ്ടി വന്നു എന്നുള്ളൊരു സംഭവമാണ് പറയുന്നത്. അതൊരു ആൾക്കൂട്ട വിചാരണ പോലെയുള്ളൊരു സംഭവം നടന്നിട്ടും അതിൽ ഇത്രയധികം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും സ്റ്റേറ്റ് എന്തുകൊണ്ട് ഇടപെട്ട് ആ സമയത്ത് തന്നെ ഇവർക്കൊരു ധനസഹായമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക സഹായങ്ങളോ നൽകിയില്ല എന്നുള്ള ചോദ്യം ഇപ്പോൾ അവശേഷിക്കുകയാണ്. ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്, പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി പാലക്കാടും തൃശ്ശൂരും മുന്നോട്ട് പോകാനാണ് ഇവരൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ രാം നാരായൺ ഭയ്യയുടെ ബന്ധുക്കൾ ഛത്തീസ്ഗഡിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. നാളെയോടുകൂടി അവർ കേരളത്തിലെത്തും. അതിനുശേഷമാകും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമെടുക്കുക. കൂടുതൽ പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഇപ്പോൾ റിമാൻഡിലാണ്. അവരൊക്കെ തന്നെ BJP RSS ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കേസന്വേഷണം തുടരുകയാണ്. നീതി തേടി കുടുംബം നിൽക്കുന്നു. കൂടുതൽ പ്രതിഷേധ പരിപാടികൾക്കാണ് മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്.